OTയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഉണ്ട്. ഇന്ന് ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് ഓസ്ട്രിയയിൽ കുറച്ച് വ്യത്യസ്തമായ പ്രീമിയറുകൾ വരാനുള്ള പ്ലാനുകളൊക്കെ ആയിട്ട് ഞങ്ങൾ വഴിയിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നല്ല വെയിലുണ്ടല്ലേ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത് തീരുമാനിച്ചു. അയത്ത് സാറിന് AC വേണം, വെയില് സഹിക്കാൻ മേലെന്നാ പറഞ്ഞത്. അത് ഭയങ്കര ചൂടാണ്. ഞാൻ പോവാന്ന് പറഞ്ഞിടവാണെങ്കിൽ ഒരു പുണ്യപുരാതനമായി AC ഇല്ലാത്ത റോഡൊക്കെ ഇട്ട് ഒന്നും നോക്കണ്ട, അങ്ങോട്ട് പോയി. അങ്ങോട്ട് തന്നെ വിട്ടു. നീ അവിടെ നിന്ന് അവിടെ ചെന്നിട്ട് ഫുഡില്ലെങ്കിൽ എന്നെ ഒന്നും പറയില്ല, കാരണം ഇന്ന് ഞായറാഴ്ച ഒന്നും പറയില്ല. നമ്മൾ ചെല്ലുമ്പോ താമസിക്കുമോന്ന് എനിക്ക് അറിയത്തില്ല, കാരണം കുറച്ച് ദൂരമുണ്ട്. നമ്മള് ലാക്കാട്ടൂരേക്കാണ് പോകുന്നത്. ലാക്കാട്ടൂര് ഒരു ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ഒരാളെ എടുക്കാൻ മറന്നു. എന്നിട്ട് നമ്മളിവിടെ കുമാരനിൽ വെയിറ്റ് ചെയ്തോ 20 മിനിറ്റ്. 20 മിനിറ്റ് ഒന്നുമല്ല. നീയാണോ പറഞ്ഞ വ്ലോഗ് ഉണ്ടാക്കണം, എല്ലാം പറയണം ആൾക്കാരോട്. അതാ വേണ്ട, നിന്റെ അപ്പയെ കുറിച്ച് ഇനി ഞങ്ങൾ പരാമർശിച്ചു. ബാക്ക് ടു 1990s. +2 അല്ല പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലം. അന്ന് കണ്ടുപിടിച്ച ഒരു ചായക്കടയാണ് നമ്മളിപ്പോ പോകുന്നത്. അപ്പൊ ആദർശ് അവിടുത്തെ വൈബിനെ കുറിച്ച് ഞങ്ങളോട് പറയണം. ആ വൈബിനെ ഞങ്ങളെ കൊണ്ടുപോകുന്നത് 40 വർഷങ്ങൾക്ക് ശേഷം ആ ടേസ്റ്റ് ഇന്നും നിലനിൽക്കുന്നുണ്ടോ എന്ന് പറയണം. പ്രായമുള്ളവർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അപ്പൊ സാധിച്ചു കൊടുത്തു. നമ്മൾ ചെറുപ്പക്കാരൊക്കെ അതിന് പോവാണ്. അവിടെ ചെല്ലുമ്പോ വൈകുന്നേരം ആവൂല്ലോ, പിന്നെ ചായ കുടിക്കാനേ പറ്റുള്ളൂ. എന്റെ എല്ലാ സുഹൃത്തെ ആ പുറകെ ഇരിക്കുന്ന ആ മുടി വളർത്തി ഞാൻ നേരത്തെ ഇറങ്ങാൻ പറഞ്ഞത്. നിങ്ങൾ 8:30 നിന്നെ വിളിച്ചാ. ഇത് എല്ലാത്തിനും കാരണം അവന് കുളിക്കണമെങ്കിൽ 2 മണിക്കൂർ ആംബിയൻസ് ആണ്. ഇവന്റെ ബോഡിക്കുള്ളിൽ ഒരു സെൻസർ ഉണ്ട്. അത് ബോഡി ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ആയിട്ട് സിങ്ക് ആവും, എന്നാലേ കുളിക്കുള്ളൂ. ആദർശ് പഠിച്ച കാടിന്റെ ഇടയ്ക്കുള്ള സ്കൂള് MGM NSS ഹയർ സെക്കൻഡറി സ്കൂൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹോട്ടൽ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ ബിൽഡിങ്ങിലാണെന്നാണ് ആദർശ് പറഞ്ഞിരിക്കുന്നത്. തുറന്നിട്ടുണ്ടോ ഇല്ലയോ? തുറന്നിട്ടുണ്ട്. ആ ഫോട്ടോ നോക്കി കുട്ടൂട്ടി പറഞ്ഞതാ വാച്ച് പോയി. പഠിച്ചോണ്ടിരുന്നത് അന്ന് നമുക്ക് ചോറിനാൻ പറ്റത്തില്ല. വീട്ടിൽ നിന്ന് അന്ന് വിടുമല്ലോ. നമ്മളെ ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 5 രൂപയുടെ തൊട്ട് കൊടുത്ത് ഓടി മുഴുവൻ സാമ്പാർ വെച്ചിട്ട് 1 രൂപ 5 10 രൂപ ക്ലാസ്സിന്റെ അകത്ത് വരുന്ന എല്ലാവരും ഒന്നിച്ച് കറി മാത്രം പെട്ടത് 4 കറി. പിന്നെ ഇതെല്ലാം കൂടെ ഇവൻ പണ്ട് ഇവിടെ പഠിച്ച ഈ സ്കൂളിൽ തിരേ കടയെന്നാ പറഞ്ഞോണ്ടിരുന്നത്. ഞങ്ങളിങ്ങനെ നോക്കിയപ്പോ ഇവൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇവിടെ കഴിക്കണം. മുളകിലൂടെ കൊതി വിടാം. ഒരു ഏത്തക്കപ്പം ഉണ്ടാവും. അതെ, ചോറിനോട് ഏത്തക്കപ്പം വെച്ചിട്ട് ആഹാരം കഴിക്കുന്ന എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് പ്രാന്ത. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? നല്ല സുഖം ചെയ്യും. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. കുറെ നേരമായിട്ട് ഇവിടെ കിടന്ന് ഇന്നത്തെ ഒരു പയറ്റുന്നുണ്ട്. നൊസ്റ്റാൾജിയമാവൻ ഉണർന്നു. ആദർശ് ഒരു സംഭവം തന്നെ. ഒന്നുകൂടെ പറഞ്ഞു. ആദർശ് ഒരു സംഭവം തന്നെ. ആദർശ് സൂപ്പറാന്ന് പറഞ്ഞു. ആദർശ് സൂപ്പറാ. ആദർശ് ഒരു സംഭവം തന്നെ. അത് സൂപ്പറാ. ഇതാണ് ആദർശിന്റെ സ്കൂള്. ഇവിടെയാണ് ഇപ്പോൾ മൊണ്ണ പണ്ട് പഠിച്ചത്.
അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഒരു കുറവ് മാത്രമേ ഈ സ്ഥലത്തിനുള്ളൂ. ആദ്യം ആദർശിന്റെ ഹോട്ടലായതുകൊണ്ട് ആദർശ് തന്നെ അഭിപ്രായം പറയട്ടെ. ആദർശിന്റെ ഹോട്ടലല്ല, ഞാൻ +1 +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത് ഹോട്ടലിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് തോന്നി കൊണ്ടുവന്ന സാധനം. കുഴപ്പമൊന്നുമില്ല, എന്നാലും പണ്ടത്തെ ഒരു ഗും എനിക്ക് തോന്നിയില്ല. ആ ടൗൺ ഏരിയ വന്നിട്ട് ഇതുപോലെ തണുപ്പുണ്ടോ ഇവിടെ? അവിടെ നിൽക്കാം, തണുപ്പുണ്ട്. പണ്ട് അച്ഛന്റെ കൂടെ ഒക്കെ ചായ കടയിലൊക്കെ പോയിട്ടില്ലേ? ഇല്ലല്ലേ? അത് പറഞ്ഞപ്പോഴാ മാർഷല് അച്ഛന്റെ കൂടെ ചായക്കട പോയ കഥ അറിയാമോ? മാർഷലിന്റെ ഒപ്പം മറ്റേ മ്യൂസീഷ്യനാ. അപ്പൊ പരിപാടി ഉണ്ട് അവർക്ക് പള്ളിയിലൊക്കെ. അപ്പൊ വീട്ടിലാരും ഇല്ലാഞ്ഞുകൊണ്ട് മാർഷലിനെയും കൂടെ കൂട്ടി. അപ്പൊ അത് മറ്റേ കടത്തൊക്കെ കിടന്ന് വള്ളത്തെ ചെന്ന് ഇറങ്ങിയ സ്ഥലത്തൊരു ഹോട്ടലുണ്ട്. ഇവൻ കുഞ്ഞാ നോക്കിയപ്പോ അവിടെ മറ്റേ ആ തട്ടിനകത്ത് പൊറോട്ട ഇരിക്കുന്നു. അപ്പൊ മറ്റേ പരിപാടി തുടങ്ങാൻ സമയമായി. ഇതിന്റെ അച്ഛൻ പോവാൻ നോക്കിട്ട് ഇതിന് എന്ത് ചെയ്ത സമയത്ത് നിലത്ത് കിടന്ന് ഊരുണ്ട് എനിക്ക് പൊറോട്ട. അങ്ങനെ അച്ഛൻ പൊറോട്ട മേടിച്ചു കൊടുത്തത്. അപ്പൊ മാർഷൽ ഇങ്ങനെ പറയും, അച്ഛന്റെ മുഖം അപ്പൊ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. വേണ്ടായിരുന്നു. താങ്ക് യു. എനിക്ക് താങ്കൊന്നുമില്ല, എനിക്ക് താങ്കും കൊണ്ടൊന്നും. നിന്റെ താങ്കൊന്നും എനിക്ക് കൊണ്ട എന്റെ കാര്യത്തിൽ ഞാൻ അതൊരിക്കലും മറക്കത്തില്ല. ബോണ്ട കൊടുത്തതിന് പഴി കേൾക്കുന്ന ആദ്യം. എടാ ബോണ്ട തിന്നാൻ മേലെ എടുക്കലടാ. ഞാൻ ഏത്തക്കാപ്പം തിന്നാൻ മനസ്സിനെ പ്രിപ്പയർഡ് ആക്കിയിരുന്ന എന്നെ കൈ ബോണ്ട പിടിപ്പിച്ചിട്ട് ഇതിനകത്ത് ഒരു 10 ബോണ്ട. ഗൈസ് ബൈ ബൈ.